Permaculture is the only way to restore life in geo-engineered lands. മഴയും പ്രളയവും വെയിലും വരൾച്ചയും കൊണ്ട് മാത്രമേ കൃഷി നശിക്കൂ എന്ന് കരുതേണ്ടതില്ല. മഴയില്ലാതെ വെയിലില്ലാതെ കുറെ നാൾ തുടർന്നു പോയാലും കൃഷിനാശം ഉണ്ടാകും. ഭൗമ സാങ്കേതികത നമ്മെ അതിലേക്കാണ് നയിക്കുന്നത്. അതിന്റെ പരമാവധി നാശം കുറയ്ക്കാൻ സുസ്ഥിര കൃഷി തന്നെ വേണ്ടിവരും. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഇടയ്ക്ക് വലിയ മഴയും പ്രളയവും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വരൾച്ചയുടെ ഒരു ലാഞ്ചന കാണിച്ചുകൊണ്ട് നമ്മുടെ നാട് മുമ്പോട്ട് പോയി കുറച്ചു കാലം. മഴ വല്ലാതെ കൂടിയപ്പോ പ്രളയം കൊണ്ട് കൃഷിയൊക്കെ ഒരുപാട് നശിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പാറ്റേണിലേക്ക് കയറി. വെയില് വന്നിട്ട് കൃഷി നല്ലപോലെ നശിക്കുമെന്ന രൂപത്തിലേക്ക് തിരിഞ്ഞു. ഇടയ്ക്ക് അതങ്ങ് നിന്നു. ചന്നപിന്നം അവിടെ ഇവിടെയൊക്കെ മഴ. ഇതെല്ലാം ഭൗമ സാങ്കേതികത അഥവാ ജിയോ എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോസസ്സിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണെന്ന് നമുക്കറിയാം. ഇപ്പോ ഇതാ പുതിയൊരു പ്രതിഭാസമാണ്. പകല് മുഴുവൻ വെയിലില്ലാതിരിക്കുക, രാത്രി മുഴുവൻ തെളിഞ്ഞ ആകാശം. രാത്രി തെളിഞ്ഞ ആകാശം വന്നു കഴിഞ്ഞാൽ മൊത്തത്തില് ഈ തണുപ്പ് ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ട് തെറ്റുണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ പകല് മുഴുവൻ മേഘാവൃതമായിട്ട് വെയിലില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ. ഈ വേനൽ ഉണ്ടാകേണ്ട കാലത്ത്, ചെടികൾ വളർന്നു വരുന്ന കാലത്ത്, അവ പുഷ്പിച്ച് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടി വരുന്നൊരു കാലത്ത് വെയിലില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീടങ്ങൾ വല്ലാതെ വളരും. സസ്യങ്ങളിലെ രോഗം വല്ലാതെ കൂടും. പലതരം രോഗങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും ഏകവിള കൃഷിയൊക്കെയാണല്ലോ നമ്മൾ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. അപ്പൊ അതിനെ അതിജീവിക്കാൻ ഏകവിള കൃഷിക്ക് കഴിയില്ല. ഈ പുതിയ കാലാവസ്ഥയെ അതിജീവിക്കാൻ അതിന് കഴിയില്ല. അപ്പൊ അങ്ങനെ വളരെ ദുർഘടമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇത് ഈ പോക്ക് പോവുകയാണെങ്കിൽ അധികം വൈകാതെ വലിയ കൃഷിനാശവും വലിയ ക്ഷാമവും ഉണ്ടായി വരും. അപ്പോ മഴ, പ്രളയം, വെയില്, വരൾച്ച ഇത് തന്നെ ആണ് വരേണ്ടതെന്നൊന്നുമില്ല. കൃഷിനാശം വരുത്താൻ പല രീതിയിലും ജിയോ എഞ്ചിനീയറിംഗ് കൊണ്ട് കഴിയും. ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് ഈ ഉണ്ടാകുന്നത് ഉപയോഗപ്പെടാതെ പോകുന്ന ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകും എന്നുള്ള കുറെയൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പോ സുസ്ഥിര കൃഷിയിലേക്ക് നീങ്ങുകയാണെങ്കിലുള്ള ഒരു ഗുണം നിർത്തി ഈ ഉണ്ടാകുന്നതിനെ ബാലൻസ് ചെയ്യിക്കാൻ നമുക്ക് കഴിയും. അത് സാധാരണ മോണോകൾച്ചറിൽ അല്ലെങ്കിൽ ആ ഏകവിള കൃഷിക്ക് അത് സാധ്യമാവില്ല. അതേസമയം പെർമാകൾച്ചറിൽ നമുക്ക് ഇവയെല്ലാം ബഹുവിള കൃഷിയുടെ ഒരു സാധ്യത കൊണ്ട് കീടനിയന്ത്രണവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവയെ ഉള്ള സംവിധാനത്തിൽ ഉള്ള റിസോഴ്സ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ സസ്റ്റൈനബിൾ ഫാമിങ്ങിന് കഴിയും. അപ്പം സസ്റ്റൈനബിൾ ഫാമിംഗ് ഫോം ചെയ്യുന്നത് നമ്മൾ വനത്തിന്റെ നിയമങ്ങൾ ആധാരമാക്കിയിട്ടാണ്, പ്രകൃതിയുടെ സഹജമായ നിയമങ്ങളെ ആധാരമാക്കിയിട്ടാണ്, സ്വതസിദ്ധമായ രീതികളെ ആധാരമാക്കിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൃഷിയിലേക്ക് മാറിയാൽ മാത്രമേ ഈ വരുന്ന സാഹചര്യത്തെ, പ്രത്യേകിച്ച് ക്ഷാമത്തിനോട് അഭിമുഖമായി നിൽക്കുന്ന നമ്മുടെ ലോകം ക്ഷാമത്തെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വല്ലാത്തൊരവസ്ഥയിൽ പെർമാകൾച്ചർ ആണ് നമുക്ക് ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള സംവിധാനം. ആ സംവിധാനത്തിലേക്ക് മാറുകയാണ് ഏറ്റവും നല്ല മാർഗം. അത് ആരെങ്കിലും അതിനെക്കുറിച്ച് താല്പര്യമുള്ള കുറച്ചു പേർ മാത്രം മാറിയാൽ പോരാ, എല്ലാവരും ആ ഒരു വഴിയിലേക്ക് മാറുന്നത് തന്നെയാണ് ഉചിതം എന്നാണ് നമ്മുടെ നിരീക്ഷണം. വില്ലേജുകളും സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റികളും സുസ്ഥിര ജീവനത്തെക്കുറിച്ച് കാഴ്ചയുള്ള പൊതു സമൂഹങ്ങളും ഒക്കെ തന്നെ ഈ സുസ്ഥിര കൃഷിയെ പഠിക്കുകയും ആധുനിക കാലത്തിന്റെ ഈ വല്ലാത്ത ഒരു കാലാവസ്ഥാ നിയന്ത്രണ പരിപാടിയുടെ
ആഘാതങ്ങളെ അതിജീവിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.